അവശത അനുഭവിക്കുന്ന 50 പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഒരു മാസത്തേക്ക് വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങളും സാമഗ്രികളുമാണ് കുട്ടികൾ സമാഹരിച്ച് കൈമാറിയത്. തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു പങ്ക് അവശരായവർക്ക് കരുതലാകാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ നീക്കിവെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത്. ഇങ്ങനെ പഞ്ചസാരയും പരിപ്പും ചായയിലയും സോപ്പും വാഷിംഗ് പൗഡറും അടക്കം 34 ഇനങ്ങൾ കുട്ടികൾ സമാഹരിച്ചു. ഇവ സ്കൂളിലെത്തിച്ച് അധ്യാപകരോടൊപ്പം ചേർന്ന് പാക്ക് ചെയ്തു. പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യയുടെ സഹകരണത്തോടെ നിരാലംബരായി ബുദ്ധിമുട്ടുന്ന 50 പേർക്ക് ഇവ ആദ്യഘട്ടമായി കൈമാറി. ഇവരെല്ലാം വർഷത്തിലൊരിക്കൽ കാരുണ്യം നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ആംബുലൻസിൽ എത്തുന്ന രോഗികളാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ദിവസവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തി നമ്മുടെ കുട്ടികളാൽ സഹായം ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസുകൾ അവർ കളക്ട് ചെയ്ത് അവരെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത്. കുട്ടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിച്ച് അവർ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ സ്കൂളിൽ തരികയും അത് ആ പാവങ്ങളായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതിന്റെ സന്തോഷമാണ്. ഇപ്പം അതിന്റെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കേണ്ടത് ആ പേരൻസുകളുടെ മാനസിക നിലയാണ്. ചാഴൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാർത്ഥികളും ചെറിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാടിന് ഗോകുലം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് ഭക്ഷ്യോൽപ്പന്നങ്ങളും സാധനങ്ങളും കൈമാറി. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവി ശ്രീജ തുടങ്ങിയവർ സന്നിഹിതരായി. പഠനത്തോടൊപ്പം സമൂഹത്തിലെ അവശരായവർക്ക് കരുതലേകി വേറിട്ട മാതൃകയാവുകയാണ് ഈ വിദ്യാർത്ഥികൾ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞങ്ങൾ നൽകി. എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഏറ്റവും ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നൽകിയത്. TCV തൃശൂർ.